ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ നമ്മള് PSC എന്നല്ല, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ട ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ആളുകളും കുറെ മാസങ്ങളായി, ചില ആളുകൾ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുറെ പേരെന്തെങ്കിലും തുടക്കത്തിൽ ഒരു 0ന്ന് ഒരു 30% കയറിയിട്ടുണ്ടോ. പിന്നെ ആ 30% നിന്ന് സാച്ചുറേറ്റഡ് ആണ്. പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല, ഒന്നുമില്ല. കുറെ ആൾക്കാർ ഞാൻ കുറെ എക്സാം എഴുതി, 10, 20, 30, 40 എക്സാം എഴുതി, ഒരു കാര്യമില്ല, കട്ട് ഓഫിനുള്ളിൽ കയറുന്നില്ല. കുറെ ആളുകൾ വെറുതെ പോയി എക്സാം എഴുതുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് നമുക്ക് ഈ ഒരു വർഷം 2019 എന്നൊരു വർഷത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സർക്കാർ ജോലി, കേരളത്തിലേക്കോട്ടെ കേന്ദ്രത്തിലേക്കോട്ടെ, അങ്ങനെ ഏത് രീതിയിലുള്ള സർക്കാർ ജോലിയിലോട്ട് നമ്മൾ എത്തിപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഒത്തുകൂടലും ഇന്ന് അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. അപ്പോ ഇപ്പൊ ഉള്ള ഒരു ശൈലി ഉണ്ട്, നമ്മളെ ട്രഡീഷണൽ ശൈലി. ആ ശൈലി ഞാൻ ഓരോ ടോപ്പിക്കിന്റെ വിഷയത്തിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ചൊരു പൊതുവായ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ നമ്മുടെ പഠന രീതിയിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തണം. നമ്മളിപ്പോ സാധാരണ കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് PSCക്ക് പഠിക്കുകയാണ്, അല്ലെങ്കിൽ SSCക്ക് പഠിക്കുക, UPSCയുടെ എക്സാമിന് വേണ്ടി പഠിക്കുക, റെയിൽവേക്ക് പഠിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വലിയൊരു ഗൈഡാണ് ഫസ്റ്റ്. ഗൈഡിന്റെ തന്നെ എത്ര ഒരു കട്ടിയുള്ള ഒരു ഗൈഡാണ്. അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് എന്ത് ചെയ്യും, പകുതിയാണ് പോകും. അതായത് ഒരു സ്ഥാപനത്തിനും പോവാത്ത ഒരാൾ ആ ബുക്കും വാങ്ങിയിട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എന്ന് പഠിച്ചു തീരാനാണ്, ഇതൊന്നും ഞാൻ പഠിച്ചു തീരൂല എന്നുള്ള ഒരു മനസ്സ്. അതാണ് കുറെ ആൾക്കാർക്ക് വലിയ പ്രശ്നം. അപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ത്രൂ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മാത്രമായിരിക്കും നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ നമുക്ക് ഒന്നും അറിയില്ല വിചാരിക്കണം. ഇതിൽ കുറെ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ബിഗിനേഴ്സ് ആരും ഇല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മളിപ്പോ ഒരു കേരള PSCന്റെ ഒരു സ്ഥാനമാണെങ്കിൽ ഏറ്റവും ലോ ലെവലിൽ എഴുതുന്ന എക്സാമാണ് എന്താണ് LGS, ലാസ്റ്റ് ഗേറ്റ് സർവൻസ്. അതുപോലെ തന്നെ ഗാർഡനർ പോലത്തെ എക്സാമുണ്ട്. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യാം, പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഇങ്ങോട്ടൊന്ന് ചെയ്ത് നോക്കുക. വെറുതെ നമുക്ക് ഒന്നും ഇൻഫർമേഷൻ ഇല്ല, ഒന്നും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ സ്റ്റാൻഡ് എത്ര ശരിയുണ്ട്, എത്ര തെറ്റുണ്ട്, എത്ര അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ കാണാതെ പഠിക്കുന്ന പരിപാടിയില്ല. കുറെ ആൾക്കാരുണ്ടാവും കേരളത്തിലെ ഏറ്റവും വലുത്, കേരളത്തിലെ ഏറ്റവും ചെറുത്, ഇന്ത്യയിൽ വലുത്, ചെറുത്, അത് ഇത്, അങ്ങനെ ചെറുത് നമ്മളൊന്നും കാണാപ്പാടും പഠിക്കരുത്. കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇങ്ങനെ ചെയ്ത് പോകും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പോകുന്നതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്തുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട സാധനം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി കാണും. അപ്പൊ നമ്മളൊന്ന് റീകളക്ട് ചെയ്യുന്നതാണ്, അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ല സാധനം. പിന്നെ അതൊരു 10-20 ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അറിയാതെ നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയർ ആവണം. ഞാൻ പറഞ്ഞത് ഏറ്റവും ലോ ലെവൽ എക്സാമിന്റെ ഇതാണ്. അതിനായിരിക്കണം പിന്നെ എന്ത് ചെയ്യണ്ടേ, നമ്മള് +2 ലെവലും ഡിഗ്രി ലെവലിലോട്ടുള്ള എക്സാമിനോട്ട് പോകണം. അപ്പോ നമ്മൾ വലിയൊരു ബുക്ക് വാങ്ങി പഠിക്കണേ മുന്നേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഈ നമ്മളിപ്പോ എന്തായാലും നമ്മളൊരു നീന്തൽ പഠിക്കുകയാണെങ്കിൽ വെറുതെ കുറെ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് വെള്ളത്തിൽ നിന്ന് ചാടി മുങ്ങണം. എന്നാലും വെള്ളം കുടിച്ചിട്ട് വേണം, കാലിട്ടടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നീന്തൽ പഠിക്കാൻ. അതേപോലെ ഫസ്റ്റ് ഇതിൽ എക്സാം എഴുതിയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇതിലോട്ട് ഇറങ്ങിയിട്ട് കുറെ എക്സാം എഴുതി തഴക്കം വന്നിട്ട് അതിലൂടെ പോകും. പിന്നെ നമ്മളിപ്പോ ഒരു വലിയൊരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ, ഒരു വലിയൊരു എന്റെ അടുത്തൊക്കെ ഒരു ബുക്ക്, രണ്ട് ബുക്ക് ഉണ്ട്, പാർട്ട് Aയും പാർട്ട് 2. അതില് ഒരു 50% എക്സാം ചോദിക്കാത്ത സാധനം അവര് ഗൈഡിന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അതുമായിട്ട് റിലേറ്റ് ആയില്ല. ഇതുവരെ PSCക്ക് ചോദിക്കാത്ത സാധനങ്ങളൊക്കെ അവരത് ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ കുറെ ആ സാധനം വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആവും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയും ഏതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും, ഏതൊക്കെ പറഞ്ഞത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് കറക്റ്റ് ഇൻഫോർമേഷൻ. അതേപോലെ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എടുക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ നൗണും വെർബും സാധനങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരിക.
അതൊന്നും കാര്യമില്ല. നമ്മൾ ആ ഒരു സാധാരണ കേസിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഉണ്ടാവും. അതുപോലെ തന്നെ 10ാം ക്ലാസ് +2 ലെവൽ അതിനോട് താഴോട്ടാണെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി പോയാൽ നമുക്ക് എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ മാത്സ് ഒക്കെ നമ്മൾ എഞ്ചിനീയർ ലെവലിലുള്ള ആൾക്കാരായതുകൊണ്ട് ഏത് എക്സാമിന് ചോദിക്കുകയാണെങ്കിലും 20 ക്വസ്റ്റ്യൻ 20 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. അതൊരു നമ്മളൊരു എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയ സാധനം കൂടിയാണ് മാത്സ് എന്നുള്ളത്. ഇനി ഞാൻ ഓരോ സബ്ജക്റ്റിന് ഓരോ ഇതില് വരുന്ന എക്സാമുകളൊന്ന് നമുക്ക് ചെയ്യാം. ഡിഗ്രി ലെവല് എക്സാമിന് ചോദിക്കുന്നത് 10 പാർട്ടാണ് ചോദിക്കുക. 10 പാർട്ടാണ്. ആ 10 പാർട്ടില് കറക്റ്റ് ഓർഡറുണ്ട് എവിടെ നിന്നൊക്കെ ചോദിക്കുന്നുള്ളൂ. 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 10 പാർട്ടാകുമ്പോൾ ഓരോന്നിനും 10 ക്വസ്റ്റ്യൻ. അതിൽ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, മാത്സിന്റെ ഒരു ഭാഗം. രണ്ടാമത്തെ റീസണിംഗ് ആണ്. രണ്ടാമത്തെ 10 മാർക്കിനത് റീസണിംഗ് ആണ്. റീസണിംഗ്, കോഡിങ്, ഡീകോഡിങ്, ഓർഡറിങ്, അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട്. പിന്നെ മൂന്നാമത് വരുന്നത് ജനറൽ സയൻസ്. മൂന്നാമത്തെ 10 മാർക്കിന് ജനറൽ സയൻസ് ആണ്. ഇതില് എന്ത് ചെയ്യും, ഇത് 10 ഈ ജനറൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്നും കൂടി കൂടിയിട്ടാണ് ഈ 10 മാർക്കുള്ളത്. നാലാമത് കറന്റ് അഫയേഴ്സ്. പിന്നെ അഞ്ചാമത്തെ പോർഷൻ വരുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ ആറാമത്തെ ഫാക്ട്സ് അബൌട്ട് കേരള. ഏഴാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന. എട്ടാമത്തെ മലയാളം. 9ാമത്തത് IT ആൻഡ് സൈബർ ലോ. പിന്നെ 10ാമത്തത് ഒന്നും കൂടി ഉണ്ടല്ലോ, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. ഇങ്ങനെ 10 പാർട്ടാണ് ഒരു ഡിഗ്രി ലെവല് എക്സാമിന് ചോദിക്കുന്ന സാധനമാണ് ഈ 10. ഈ പാർട്ടിന്ന് മാത്രം എന്ത് ചെയ്യുള്ളൂ, ചോദിക്കുള്ളൂ. അപ്പൊ ഈ ഒരു സംഗതി ആവുമ്പോൾ ഈ QA ബേസിൽ ഇപ്പൊ നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാം ഇപ്പൊ ഇനി വരാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള UPSC SSLോട്ടും പോവാം. ഇപ്പൊ നമ്മള് വരാനുള്ള ഡിഗ്രി ലെവൽ എക്സാം ഒരു വളരെ നല്ലൊരു ഇതാണ് യൂണിവേഴ്സിറ്റി എക്സാം. അത് ഏകദേശം ഈ ജൂണോട് കൂടുതൽ വിളിക്കും. അത് QA റീസണിങ്ങും. ഇതിൽ നിന്ന് ഈ 20 മാർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും മിസ്സാക്കാം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഫുള്ളായിട്ട് മാർക്ക്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് 10 മാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാവുന്ന സാധനം. പിന്നെ വളരെ സിമ്പിൾ ആയ സാധനമുണ്ട് 10 മാർക്ക് സ്കോർ ചെയ്യുന്നത് IT. വളരെ കുറഞ്ഞ മേഖലയിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ ഈ IT എന്ന സംബന്ധിച്ച്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറഞ്ഞ മേഖലയാണ്, ആ മേഖലയിൽ ചോദിക്കുന്ന സാധനം. നമുക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ള സാധനമാണ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള. അത് കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്നും കണ്ടുപോകുന്ന സാധനങ്ങളാവുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് കറണ്ട് അഫയേഴ്സ്. ജനറൽ സയൻസ് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കുറച്ചും കൂടി ഡീപ്പായ സാധനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നൊക്കെ ഉണ്ടാവും. ഈ 2 ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. കാരണം കുറെ പോകാനുണ്ട്, കുറെ പഠിക്കാനുണ്ട്. പക്ഷെ ഇതിന് 10 ചോദിക്കുമ്പോൾ ഇതിന്റെ 10 ചോദിക്കും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് എന്ന് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കാം. ഡിഗ്രി ലെവലിൽ നമ്മളിപ്പോ ഇത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ബേസായ എക്സാമിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഇതിലോട്ടൊക്കെ വരാൻ. എല്ലാം നമ്മൾ ഈ ഗൈഡ് വായിക്കാണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അതിന്റെ ആൻസർ നമ്മൾ പഠിച്ചു. ആൻസർ പഠിക്കുമ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നാണ് ആൻസർ. ബാക്കി 3 ഓപ്ഷനും മറ്റേതൊക്കെയോ ക്വസ്റ്റ്യന്റെ ആൻസറാണ്. അപ്പൊ ആ ഓപ്ഷനുകൾ പഠിക്കുക. ആ ഓപ്ഷൻ എന്തിന്റെയൊക്കെ അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും കീറി മുറിച്ച് പഠിച്ചാൽ അങ്ങനെ ഒരു 50 നമ്മൾ കുറെ ദിവസങ്ങൾ മുന്നുണ്ട് കണ്ടിന്യൂസ് നമ്മൾ 50, 100, 200 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ പോയി ചെയ്യുമ്പോൾ അത് എക്സാമിന് പോകുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ചെയ്താൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. വളരെ ഇതുവരെ ചോദിക്കാതെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഇതുവരെ ചോദിക്കാതെ PSC ചോദിക്കാത്ത ആകെ 5,
6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാക്കി എല്ലാം നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ചോദിക്കുള്ളൂ, അതിന്റെ അപ്പുറത്ത് ഒന്നും ചോദിക്കില്ല. പിന്നെ വേറൊരു സംഗതി നമ്മൾ സാധാരണ ചെയ്യുന്ന കുറെ ഗൈഡ് വായിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ സംഗതി എന്നിട്ട് ലാസ്റ്റ് ആണ് എന്ത് ചെയ്യാം, എക്സാം ഒന്നും നമ്മൾ എഴുതില്ല. ഈ ഗൈഡ് വായിച്ചിട്ട് അവിടുന്ന് വായിക്കും ഇവിടുന്ന് വായിക്കും, എന്നിട്ട് എക്സാമിൽ പോകുമ്പോൾ വേറെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ്. പിന്നെ കുറെ ആൾക്കാർ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ തൊഴിൽ വാർത്തയാണെങ്കിലും തൊഴിൽ വീതിയാണ് ഏത് മാധ്യമങ്ങളിലാണെങ്കിലും അവരെന്ത് ചെയ്യും, ഓരോ എക്സാമിനെ സംബന്ധിച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു. എന്തിനാണ് അതിന്റെ ആവശ്യം? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ആവശ്യമില്ല. പി എസ് സിക്ക് നമുക്ക് മോഡലാക്കി എടുക്കുന്നത് PSC ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇത് അവരൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുമ്പോൾ അവരൊരു സ്ട്രെങ്ത് കാണിക്കും, ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആളെ ഒരു പവർ കാണിക്കും. അപ്പൊ അതൊക്കെ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കാണുമ്പോഴായിരിക്കും ഇതൊക്കെ എങ്ങനെ നമ്മള് കേറിപ്പോകും. നമ്മളൊരു 50 മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ ആകണ്ടല്ലോ. കാരണം ഇപ്പോഴത്തെ എക്സാമിന് അധികം എക്സാമിന് 75ന്റെ മുകളിലോട് ചിന്തിച്ചാൽ മതി. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യാം, നമ്മള് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറൽ ഇതിൽ വരുന്നത്. പിന്നെ +2 ലെവല്, ഡിഗ്രി +2 10ാം ക്ലാസ് ലെവല് വരുന്നത് GK ഒരു 50 ക്വസ്റ്റ്യൻസ് GK വരും. ഇംഗ്ലീഷ് ഒരു 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വരും. പിന്നെ അതേപോലെ തന്നെ മാത്സ് ഒരു 20 ക്വസ്റ്റ്യൻ. മാത്സ് പറയുമ്പോൾ QA റീസണിങ്ങും കൂടിയിട്ടുള്ളത്. പിന്നെ മലയാളം ഒരു 10. ഇങ്ങനെയാണ് സാധാരണ നമ്മളെ +2 ലെവല് അല്ലെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ് ലെവലിൽ എക്സാം ചോദിക്കുന്നത്. ഈ GK ആകുമ്പോൾ ഇത് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ വരും. ജനറൽ സയൻസ്, കറന്റ് അഫയേഴ്സ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ, IT അങ്ങനെ അവർ ചോദിക്കാറില്ല. ഈ സാധനങ്ങളെല്ലാം വരും. ഇതിന് കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട് ഇതിന്. അതായത് ഈ ഡിഗ്രി ലെവലിലും +2 10ാം ക്ലാസ് ലെവലിലും ഇവിടെ പഠിക്കുമ്പോൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ പഠിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഡിഗ്രി ലെവലില് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം 1856 ആ റിവോൾട്ട് എന്നുള്ള കാര്യങ്ങളെ ഇവിടെ ചോദിക്കും. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അക്ബറിന്റെ കാലത്തും പാനിപ്പത്ത് യുദ്ധം അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ എവിടെ ചോദിക്കും, ഈ GK ചോദിക്കും. അപ്പൊ ഇതിന് ആ സംഗതിക്ക് വേണ്ടി നമ്മൾ വായിക്കാതിരുന്നാല് വായന തീരുവില്ല. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചെയ്ത് പോകേണ്ട ഒരു കാര്യം. അപ്പൊ ഇതാണ് നമ്മൾ കേരള PSCന്റെ ഒരു പൾസ് എന്നുള്ളത്. ഇനി നമ്മൾ കുറെ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, കേരള PSCയിൽ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെന്താ റെയിൽവേക്ക് നോക്കൂല, സ്റ്റാഫ് സെലക്ഷൻ കമ്മിഷൻ SSന്റെ എക്സാം നമ്മൾ നോക്കൂല, അതുപോലെ UPSCന്റെ എക്സാം ഒന്നും നമ്മൾ നോക്കില്ല. ഇപ്പൊ ഇവിടെ അടുത്ത് വിളിച്ചൊരു എക്സാമാണ് നമ്മളിപ്പോ അതായത് IAS എക്സാമിന്റെ എക്സാം ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവിന്റെ എക്സാമിന്റെ സിവിൽ സർവീസ് എക്സാം ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ SSന്റെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള എക്സാം, ക്ലർക്ക് ലെവലിലുള്ള എക്സാം ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഡേറ്റും തീരാൻ പോകണം. അതേപോലെ തന്നെ ഇപ്പോ ഡിഗ്രി ലെവല്, +2 ലെവല്, 10ാം ക്ലാസ് ലെവലിലുള്ള റെയിൽവേയില് 1 ലക്ഷക്കണക്കിന് ഒഴിവിനുള്ള ഇതിപ്പോ നോട്ടിഫിക്കേഷൻ പോന്നിട്ടുണ്ട്. അതൊന്നും കുറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല, കുറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ കൂടെ തന്നെ കേരള PSCന്റെ കൂടെ തന്നെ എന്തൊക്കെ വേണം, നമ്മൾ റെയിൽവേ അപ്ലൈ ചെയ്യണം, SSCയിൽ അപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ UPSCന്റെ ഇതിലും നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളെ നോൺ ടെക്നിക്കലായ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ട്. അവിടെയും നമ്മൾ സാധാരണ ലെക്ചേഴ്സും ആയതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണേ, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന സംഭവമായിട്ട് ആ പോർഷൻസ് ഒക്കെ നമ്മൾ ബന്ധപ്പെടും. അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ ഭാഗം വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുറെ സാധനങ്ങളുണ്ടാവും. അതൊക്കെ എന്തെങ്കിലും കയറി വരും. അപ്പോഴും എന്ത് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ആ ഭാഗത്തുള്ള ഏതൊക്കെ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരും, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യും. അവിടെയും ഇപ്പൊ ടെക്നിക്കൽ ഇതിലാണെങ്കിൽ 80% ടെക്നിക്കൽ സൈഡാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവും. 20 ക്വസ്റ്റ്യന് എന്തായിരിക്കും GK ഉണ്ടാവും. ഈ GKയില് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. മാത്സും ഇംഗ്ലീഷും മലയാളം അല്ലാതെ ബാക്കി എല്ലാ സാധനവും 20 ഉണ്ടാവും. ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ
ഈ 80 മാർക്കിന് അധിക പേര് എന്ത് ചെയ്യും? ഒരു 60-70 മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടോ? അതായത് പഠിക്കുന്ന ആളുകൾ, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് ഇതിൽ 60-70 ഒക്കെ സ്കോർ ചെയ്യും. അവരവിടെ തളർന്നു പോകുന്നൊരു ഭാഗമുണ്ട് 20. ഈ 20-ലാണ് വളരെ ടൈറ്റായ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാ ഇവര് ക്വസ്റ്റ്യൻസ് ഇടുക. എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ അറിയാം, ഏറ്റവും ടൈറ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ GK ഇടുക. ഈ GK-ത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് റാങ്ക് നിർണ്ണയിക്കുന്നത്. അവൻ എത്ര റാങ്കാണ്. ഇപ്പൊ ഒരാൾക്ക് ഒരു 75 മാർക്കാണ് വിചാരിക്കാം, ഒരാൾക്ക് 74 മാർക്കാണെങ്കിൽ രണ്ടാളും തമ്മില് ഈ വലിയ കോമ്പറ്റീഷൻ എക്സാമിന് റാങ്ക് വളരെ എന്തായിരിക്കും വ്യത്യാസത്തിലേക്ക് എടുക്കുക. നമ്മൾ ഒരു മാർക്കാണ്, പക്ഷെ അതില് റാങ്ക് വളരെ ദൂരെ പോയിട്ടുണ്ടോ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ സിമ്പിളായിട്ട് ഇതിനെ പറ്റി പറയാനുള്ളത്.